ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. നമ്മൾ കൊച്ചിക്കാർ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ കൊച്ചിയിൽ ജനകീയ പ്രതിരോധം. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ കൊച്ചിക്കാർ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ രീതിയിൽ ലഹരി വിരുദ്ധ ദിനാചരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ലഹരി മാഫിയകൾ നമ്മുടെ നാടിന്റെയും കുട്ടികളുടെയും ഭാവി തകർക്കുമ്പോൾ അതിനെതിരെ കേവലം വാക്കുകൾ ഒതുങ്ങാത്ത ശക്തമായ കർമ്മ പദ്ധതികളുമായി മുന്നോട്ടു പോകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് MLA അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ നിന്ന് മയക്കുമരുന്ന് മാഫിയയെ വേരോടെ പിഴുതെറിയുന്നതിനായി നമ്മൾ കൊച്ചിക്കാർ സംഘടന തയ്യാറാക്കിയ വിശദമായ നിവേദനവും കർമ്മ പദ്ധതിയും ചടങ്ങിൽ വെച്ച് MLA മുഹമ്മദ് ഷിയാസിന് കൈമാറി. മട്ടാഞ്ചേരി എക്സൈസ് AEI ജയചന്ദ്രൻ 100ഓളം വരുന്ന വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ബ്രസീല് ഇവിടെ കുട്ടികളൊക്കെ ഇവർക്കാണ് കേട്ടോ, ഇവരാണ് ചെറുപ്പക്കാരുള്ളത്. അപ്പൊ നിങ്ങൾ ചില രാജ്യങ്ങളുടെ പേരൊക്കെ പറഞ്ഞില്ല, അർജന്റീന പറഞ്ഞു, ബ്രസീൽ പറഞ്ഞു അല്ലെ. ഈ അർജന്റീനയും ബ്രസീലൊക്കെ അടങ്ങുന്ന ഭൂഗോളത്തിന് നമ്മൾ പറയുന്ന പേരെന്താ അതറിയാവോ ആരെങ്കിലും? നമ്മള് ഇന്ത്യ ഏത് ഭൂഗോളത്തില? എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കുന്നത് നിങ്ങള്? ഏഷ്യ അല്ലേ? ഇവരാണ് ഇപ്പൊ ചെറുപ്പമായി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ലാറ്റിൻ അമേരിക്ക അല്ലെ, ഈ ഫുട്ബോൾ എന്ന് പറയുന്ന കായിക വിനോദം ലോകത്തിലുണ്ടായത് ലാറ്റിൻ അമേരിക്കയിലാണ്. ഈ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഒരു കാലത്ത് യൂറോപ്യന്മാരുടെ കോളനിയായിരുന്നു. നമ്മുടെ ഇന്ത്യ യൂറോപ്യന്മാരുടെ കോളനി അല്ലായിരുന്നോ? നമ്മളെ ഒരു കാലത്ത് ഭരിച്ചിരുന്ന ആരാണ്? ബ്രിട്ടീഷുകാരാണ് അല്ലെ. ഇപ്പൊ ആരാ നമ്മളെ ഭരിക്കുന്നത്? ആരാണ് ഇപ്പൊ ആരാ ഭരിക്കുന്നത്? മോദിയെ പോലെ നമ്മൾ തന്നെയാണ് നമ്മളെ ഭരിക്കുന്നത് അല്ലെ. നമ്മുടെ ഭരണഘടന പറഞ്ഞത് അങ്ങനെയല്ലേ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും ലഹരിയുടെ കരിനിഴൽ വീഴുന്ന കുടുംബങ്ങളുടെ തകർച്ചയും പുതുതലമുറ മയക്കുമരുന്നിന്റെ കെണിയിൽ അകപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും അദ്ദേഹം വിശദീകരിച്ചു. ലഹരി മാഫിയക്കെതിരെയുള്ള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോലീസിനും സർക്കാരിനും സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ സന്നദ്ധരായ 30ഓളം വരുന്ന വോളണ്ടിയർമാരുടെ ലിസ്റ്റ് ഫോർട്ട് കൊച്ചി സർക്കിൾ ഇൻസ്പെക്ടർക്ക് ചടങ്ങിൽ വെച്ച് കൈമാറി. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ മാതൃകാപരമായ സേവനം കാഴ്ചവെക്കുന്ന MLA, എക്സൈസ്, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജനപങ്കാളിത്തം 100ലധികം കുട്ടികളും മാതാപിതാക്കളും അടക്കം വലിയൊരു ജനാവലി തന്നെ ചടങ്ങിൽ അണിനിരന്നു. നമ്മൾ കൊച്ചിക്കാർ സംഘടനയുടെ ചെയർമാൻ ജബ്ബാർ പാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വിൻസി ബൈജു സ്വാഗതവും വൈസ് ചെയർമാൻ സിദ്ദിഖ് സമദ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. കോർപ്പറേഷൻ കൗൺസിലർ യേശുദാസ്, വൈസ് ചെയർമാൻ സിദ്ദിഖ് സമദ്, സൈനുദ്ദീൻ H, NK നാസർ, മുൻ കൗൺസിലർമാരായ ഷീബ ഡ്യൂറോ, സീനത്ത് റഷീദ്, സാബു അലി, അനീഷ് മട്ടാഞ്ചേരി, അഷ്റഫ് മാസ്റ്റർ, ജോളി ടീച്ചർ, രേണുക പ്രദീപ്, ഷാഹിദ മുഹമ്മദ്, പ്രതീഷ് പ്രസാദ്, AB നൌഷാദ് തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നാടിന്റെ നന്മയ്ക്കായി ലഹരിക്കെതിരെയുള്ള പോരാട്ടം വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.